ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം കശ്മീരിൽ തുടരുകയാണ്. അതിനിടെ അമിത്ഷായും എസ് ജയശങ്കറും രാഷ്ട്രപതിയെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പാകിസ്ഥാനിൽ നിന്നുമുള്ള ഏത് തരം ആക്രമണത്തെയും നേരിടാൻ മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യ. നേവിയുടെ INS സൂറത്തിലാണ് മിസൈൽ പരീക്ഷണം നടന്നത്. പാക് നടൻ ഫവാദ് ഖാൻ നായകനായ ബോളിവുഡ് ചിത്രം അബിൽ ഗുലാലിന് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചേക്കും. ഇന്ത്യയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു. ഇന്ത്യയുമായുള്ള വ്യോമ അതിർത്തി അടയ്ക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. ഷിംല കരാർ മരവിപ്പിക്കാനും വ്യാപാര കരാർ റദ്ദാക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യൻ നടപടികൾ ശക്തമാക്കവേ മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ സർഫസ് ടു സർഫസ് മിസൈൽ കറാച്ചി തീരത്തു നിന്നും പാകിസ്ഥാൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചില തീരുമാനങ്ങളുണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ശക്തമായ തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് അതിന്റെ ഇംപാക്റ്റുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്? ഒപ്പം സർവകക്ഷി യോഗത്തിന്റെ വിശദാംശങ്ങൾ. രേണുക, ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം ശക്തമായി തന്നെ എടുക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറിച്ചൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സിന്ധു നദീജല കരാറാണ് സസ്പെൻഡ് ചെയ്തെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഷിംല കരാർ ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്താൽ ഉണ്ടാകാവുന്ന ഇമ്പാക്ട് പോലെ അങ്ങനെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവേണ്ട ഒരു കരാറല്ല ഷിംല കരാർ. ഷിംല കരാർ പ്രധാനമായും ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കാലത്ത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതും ഇന്ത്യ ആ സമയത്ത് ഇന്ത്യൻ തടവിലായിരുന്ന ഇന്ത്യൻ പിടിച്ചെടുത്ത പാകിസ്ഥാൻ തടവുകാരെ വിട്ടയക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട കരാർ കൂടിയായിരുന്നു. അതിന് ചില രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അതിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ബാധിക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ബാധിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു കരാറല്ല. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട കരാർ റദ്ദാക്കിയപ്പോൾ ഞങ്ങളും പ്രധാനപ്പെട്ട ഒരു കരാർ റദ്ദാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കരാർ ലംഘനമല്ല. നമ്മൾ അങ്ങോട്ട് ഒരു കാര്യം ചെയ്തപ്പോൾ അവരും തിരിച്ചു ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അതിന് ഒരു ഗൗരവം ഇന്ത്യ സർക്കാരും ആ തരത്തിലേക്ക് കാണാൻ വഴിയില്ല. മറ്റൊന്ന് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് വ്യോമ അതിർത്തി അടയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇനി ഇന്ത്യൻ യാത്രാ വിമാനങ്ങൾക്കടക്കം പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ചില വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും എന്നതിനപ്പുറം അതും അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമായി മാറുന്ന ഒരു തീരുമാനമല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ആളുകൾ പാകിസ്ഥാനിലുള്ള ആളുകളാണ് കൂടുതൽ ഇന്ത്യയിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ പേർ വിസയിലുള്ളത്. പക്ഷേ പാകിസ്ഥാനിലും സമാനമായ രീതിയിൽ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ കഴിയുന്ന പലർക്കും ആ തരത്തിൽ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ പാകിസ്ഥാനിലായിരിക്കും, മറ്റു ബന്ധുക്കൾ ഇന്ത്യയിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നൂറുകണക്കിന് ആളുകളുണ്ട്. ഇത്തരം വിസകളെല്ലാം തന്നെ പാകിസ്ഥാനും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആളുകളെല്ലാം അവർ തിരിച്ചു അയക്കുകയാണ്. അത് അതിർത്തിയെ സംബന്ധിച്ച് അതിർത്തിയിൽ രണ്ട് സ്ഥലങ്ങളിലും ബന്ധുക്കളുള്ള അല്ലെങ്കിൽ വീടുകളുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് അത് ചിലപ്പോൾ സ്വാഭാവികമായും പ്രശ്നമുണ്ട്. അത് എല്ലാ യുദ്ധ സമയത്തും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറ്റൊന്ന്, വാഗയിൽ ഉണ്ടായിരുന്ന റിട്രീറ്റ് നിർത്തി എന്നുള്ള രണ്ട് സേനയുടെയും ആളുകൾ ചേർന്നുള്ള റിട്രീറ്റ് അവർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ വാഗ അതിർത്തി അടയ്ക്കുന്നത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും പാകിസ്ഥാനും വാഗ അതിർത്തി, ഇന്ത്യ ഒരു ഭാഗത്ത് അതിർത്തി അടച്ചു കഴിഞ്ഞാൽ മറുഭാഗത്ത് അതിർത്തി തുറന്നു വെക്കുന്നതിൽ പിന്നീട് അർത്ഥമില്ല. അവരും അവരുടെ അതിർത്തി അടയ്ക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മറുപടി ഇന്ത്യക്ക് നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രയാസം ഉണ്ടാക്കുകയോ ചെയ്യുന്ന തീരുമാനങ്ങളൊന്നും അല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അത്തരം തീരുമാനങ്ങളൊക്കെ പാകിസ്ഥാൻ അങ്ങനെ എടുക്കാൻ
ഇന്ത്യക്ക് അങ്ങനെ വലിയ പ്രയാസമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഈ നയതന്ത്ര തലത്തിലെടുക്കാൻ ഇന്ത്യ പാക് ബന്ധത്തിൽ അങ്ങനെയുള്ള കരാറുകളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ അത്തരം പെട്ടെന്ന് തന്നെ ഇന്ത്യ ഈ കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കുമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള മറ്റ് കരാറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ കരാർ എന്ന നിലയ്ക്ക് ഷിംല കരാറിന്റെ മരവിപ്പിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നു എന്നതേ കണക്കാക്കുന്നുള്ളൂ. ഇതിനൊക്കെ അപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്നലെ ആദ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പറഞ്ഞത്. ദൃഢമായ മറുപടി ഉണ്ടാവും, ആ വാർത്ത ഉടൻ കേൾക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രധാനമന്ത്രിയും ഇന്നലെ ഇന്ന് പ്രധാനമന്ത്രി ബീഹാറിൽ പൊതു ചടങ്ങിൽ സംസാരിച്ചപ്പോഴും അതിരൂക്ഷമായിട്ടാണ് പാകിസ്ഥാന് നേൽ അങ്ങനെ തിരിച്ചടി ഉണ്ടാവും, പിന്തുടർന്ന് തന്നെ നിങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. സ്വാഭാവികമായും അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാൻ സുരക്ഷാകാര്യ യോഗം ചേർന്ന് പാകിസ്ഥാൻ സേനയ്ക്ക് ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായാൽ അത് നേരിടാൻ തക്ക രീതിയിലേക്ക് പാകിസ്ഥാനും അത്തരത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ, എന്തായാലും പാകിസ്ഥാൻ അത്തരത്തിലേക്ക് ഒരു ഭയം അല്ലെങ്കിൽ അവർക്ക് അത്തരം ഒരു ആശങ്ക അതിശക്തമായി തന്നെയുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക പാകിസ്ഥാൻ അതിശക്തമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങുകയും ചെയ്യുന്നത്.